LDF അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി ഡി സതീശന്റെ ഉറപ്പ്. നമുക്ക് ആ വാക്കുകൾ ഒന്ന് കേട്ടിട്ട് വരാം. മുനമ്പം പ്രശ്നം എത്ര സമയം കൊണ്ട് പരിഹരിക്കുമെന്നാണ്? 10 മിനിറ്റ് കൊണ്ട്. നമുക്കൊന്ന് കേട്ടു. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന ഈ ഗവൺമെന്റിന് സെക്ഷൻ 97 അനുസരിച്ച് ഒരു അധികാരമുണ്ട് വഖഫ് ബോർഡിനോട്. ആ വഖഫ് ബോർഡിനോട് പറഞ്ഞാൽ മതി, ഇത് വഖഫ് ഭൂമി അല്ല എന്ന സ്റ്റാൻഡ് നിങ്ങൾ എടുത്താൽ മതി. മുനമ്പത്തെ ആളുകളെ കേന്ദ്ര ഗവൺമെന്റ് ചതിച്ചു, ഇവര് വഞ്ചിച്ചു. ആ ജനങ്ങളെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ നിലപാടെടുത്തത്. അതിൽ ഞങ്ങൾ വെള്ളം ചേർത്തില്ല, പൂർണ്ണമായ സത്യസന്ധത ഉണ്ടായിരുന്നു. ഇവർ രണ്ടു കൂട്ടരും നോക്കിയത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ്. ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ BJP ശ്രമിച്ചു. പിണറായി വിജയനും സർക്കാരും അതിന് കൊട പിടിച്ചു കൊടുത്തു. അതായത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് വഖഫ് ഭൂമിയെ ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി സർക്കാർ ചെയ്ത ഒരു ചതി കാരണമാണ് വഖഫ് മുനമ്പം ബോർഡിന്റെ വിഷയം 10 മിനിറ്റ് കൊണ്ട് എനിക്ക് പരിഹരിക്കാൻ കഴിയാത്തത് എന്നാണ് ഇപ്പൊ വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, വഖഫ് ബോർഡിനെ പിരിച്ചുവിടാനുള്ള എല്ലാ അധികാരവും ഇപ്പോ ഈ സർക്കാരിനുണ്ട്. അതുപോലെ തന്നെ വിശദമായിട്ട് ഞാൻ വിഷയം പറഞ്ഞു തരാന്നുള്ളതാണ്. ആദ്യം BDS പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതില് മുസ്ലിങ്ങളായിട്ടുള്ള കുറച്ച് ആളുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വഖഫ് ആയിട്ട് ഒരാൾ എഴുതി കൊടുത്ത ഭൂമി അത് വഖഫ് ഭൂമിയല്ല എന്ന് പറയേണ്ടതും അത് തെളിയിക്കേണ്ടതും ആരാണ്? വഖഫ് ബോർഡാണ്, അല്ലെ? അത് വഖഫ് ഭൂമിയല്ല എന്നുള്ളത്. പക്ഷെ വഖഫായി കൊടുത്ത ഒരു ഭൂമി അത് വഖഫ് അല്ല എന്നാണ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ വി ഡി സതീശന്റെ വാക്കുകളും കൂടി നിങ്ങൾ നെഞ്ചിൽ കയറ്റി വെക്കുക. ഞാൻ ആ വാക്ക് കേട്ടപ്പോഴേ എന്തത് വളരെ നിസാരമായിട്ടൊരു സാമുദായികമായിട്ടുള്ള ഒരു സംഭവത്തിനെ ഇങ്ങനെ പറഞ്ഞു എന്ന് തോന്നി. അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് കേട്ടോ. വേണമെങ്കിൽ തെളിവ് സഹിതം സംസാരിക്കാം. ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ കേൾക്കാം. വരാൻ പോകുന്ന ഗവൺമെന്റിന് ഒരു 8ന്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. ഞാനൊരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ 2 മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് അവിടെ നടന്നത്. അതിന് അന്നത്തെ സർക്കാർ കൂട്ടുനിന്നു പറഞ്ഞില്ലേ? ഇവരെല്ലാവരും അവിടെ ചെന്ന് പറഞ്ഞെന്താ, ഞങ്ങൾ നിങ്ങളെ കുടിയൊഴിപ്പിക്കില്ല, അല്ലെ? ഇപ്പൊ പോണ പോക്കിൽ വഖഫ് ബോർഡ് ചെയ്തെന്താ? ഏത് വഖഫ് ബോർഡാണ്? ഞങ്ങൾ വെച്ചിട്ടില്ലല്ലോ വഖഫ് ബോർഡ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. ഇനി സാധാരണ വഖഫ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് അതിന്റെ മുത്തവല്ലിയാണ്. ഇവിടെ വഖഫ് ബോർഡ് തന്നെ അത് പോർട്ടലിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. മനസ്സിലാക്കിക്കൊള്ളാം എന്താ അവരുടെ ഉദ്ദേശം. ഇവർ രണ്ടു കൂട്ടരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണം ഞാൻ പ്രതിപക്ഷ നേതാവ് നിലയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അടിവരയിടുന്ന നടപടിയാണ് പോണ പോക്കി ചെയ്തത്. ഓക്കെ, പിണറായി വിജയൻ നല്ല പണി തന്നുപോയി, അതുകൊണ്ട് തന്നെ ഇത് ബുദ്ധിമുട്ടാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു കാര്യം എന്താ തെളിയിച്ച് പറയാത്തത്? ഈ വിഷയത്തിൽ എന്താ ചെയ്യാൻ കഴിയാന്നല്ലേ സംശയമുള്ള ആളുകൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തു തരാം. ഈ വിഷയത്തിൽ കേരള മുഖ്യമന്ത്രിക്ക് വളരെ സിമ്പിളായിട്ട് 10 മിനിറ്റ് കൊണ്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണല്ലോ. ആദ്യം നമുക്ക് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. 1950 മുഹമ്മദ് സിദ്ദിഖ് സേട്ട് 404 ഏക്കർ ഭൂമി വഖഫ് എന്ന് തന്നെ രേഖപ്പെടുത്തിയ ആധാരത്തോടൊപ്പം ഫാറൂഖ് കോളേജിന് കൈമാറി. 1971 പറവൂർ സബ് കോടതി മുനമ്പത്തെ 404 ഏക്കർ ഭൂമി വഖഫ് സ്വത്താണെന്ന് വിധിച്ചു. 975 ഹൈക്കോടതി സബ് കോടതി ശരിവെച്ചു ഈ ഒരു വിധിയെ. 2007 ഇടത് ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് റിപ്പോർട്ട് നൽകുകയും 2010 ഗവൺമെന്റ് അത് അംഗീകരിക്കുകയും ചെയ്തു. ഓക്കെ, അതാരാണ് പറഞ്ഞത് മനസ്സിലായില്ലേ? നിസാർ കമ്മീഷൻ ആണ് കേട്ടോ, അംഗീകരിച്ചു. അതവിടെ വെച്ച് 2019 ചില പരാതികളെ തുടർന്ന് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായ വഖഫ് ബോർഡ് ആ ഭൂമി വഖഫ് സ്വത്താണെന്ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഓക്കെ, 2025 ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ മുനമ്പത്തേത് വഖഫ് അല്ല എന്നും സദക്ക ആണെന്നും റിപ്പോർട്ട് നൽകി. സദക്ക ആണെങ്കിൽ അത് ഭൂമി ഏത് സമയത്തും വേണമെങ്കിൽ ഈ ഫാറൂഖ് കോളേജ് നല്ല രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്ന ഒരു നിബന്ധനയോട് കൂടി ചെയ്തു എന്നാ പറയുന്നത് കേട്ടോ. ബാക്കി 2025 ഹൈക്കോടതി അത് വഖഫ് ഭൂമിയല്ലെന്ന് വിധിച്ചു. 2025 2026 സുപ്രീം കോടതി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു. തൽസ്ഥിതി തുടരാൻ ഉത്തരവിട്ടു. ആ ഒരു ഉത്തരവ് സ്റ്റേ ചെയ്യാണ്, പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളത്. 2026 കേരള വഖഫ് ബോർഡ് കേന്ദ്ര സർക്കാരിന്റെ ഉമീദ് പോർട്ടലിൽ ഈ ഭൂമി രജിസ്റ്റർ ചെയ്തു. അപ്പൊ വഖഫ് ബോർഡാണ് ഇതിന് ആ ഒരു കളി കളിച്ചത്. എന്നാൽ ഫാറൂഖ് കോളേജിലെ ചില ആളുകളാണ് ആ മനുഷ്യന്മാരെ പറ്റിച്ചിട്ട് അവർക്ക് ആ ഭൂമി വിറ്റിട്ട് ആ പൈസ പുട്ടടിച്ചത്. ഇതിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തേണ്ടത് ആരാണെന്ന് വ്യക്തമായിട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വഖഫ് ബോർഡ് തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്തം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ തെരഞ്ഞെടുക്കപ്പെട്ട വഖഫ് ബോർഡ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ, വഖഫ് എന്താ? അള്ളാഹുവിന്റെ സ്വത്താണ്, അള്ളാഹുവിന് ഒരു മനുഷ്യൻ എഴുതി കൊടുത്തതാണ്. അതങ്ങനെ ഇഷ്ടം പോലെ സ്വത്ത് ഈ ഇന്ത്യയിൽ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. എനിക്കൊരു സമുദായത്തെ അടിച്ചമർത്താൻ കഴിയില്ല, അതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യനെ അടിച്ചമർത്താൻ കഴിയില്ല.
ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടത് നീതിയാണ്. എങ്ങനെയാണ് ഇതിൽ നീതി നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ളതല്ലേ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം, എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും. ഇപ്പൊ പഴയ സർക്കാർ ചെയ്ത കാര്യത്തെ പിണറായി വിജയനും വഖഫ് ബോർഡും ചെയ്ത കാര്യത്തിന്റെ തലയിൽ കയറി ഇരുന്നിട്ട് കാര്യം ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ പണി തുടങ്ങണം. എന്ത് പണിയാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് അവർക്ക് ഈ ഭൂമി തിരിച്ചു കിട്ടുക, നമുക്കൊന്ന് പരിശോധിച്ചു പോകാന്നുള്ളതാണ്. വഖഫ് ഭൂമിയായിരുന്ന സ്ഥലം വിൽപ്പന നടത്തി എന്നതാണ് അവിടുത്തെ പ്രധാന പ്രശ്നം അല്ലെ. വഖഫ് ഭൂമി വിൽപ്പന നടത്തി ആര്? ഫാറൂഖ് കോളേജ്. ലീഗ് നിയന്ത്രണത്തിലുള്ള കോഴിക്കോട് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് ആണ് ഈ ഒരു ഭൂമിയൊക്കെ വിൽപ്പന നടത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മുനമ്പം വഖഫ് ഭൂമിയാണ് എന്നാണ് അന്ന് സർക്കാർ എടുത്ത നിലപാട്. സർക്കാരിന്റെ പക്ഷം ശരിയാണെന്ന് സുപ്രീം കോടതി അന്ന് ശരിയും വെച്ചു എന്നുള്ളതാണ്. എന്നിട്ടും ആ ഒരു സമയത്ത് സതീശൻ പറഞ്ഞൊരു വാക്കുണ്ട്, സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പറഞ്ഞിട്ടും അത് വഖഫ് ഭൂമിയല്ല എന്നുള്ളത്. അതാണ് സാമുദായിക നേതാക്കന്മാരോടും ഈ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളോടും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. KM ഷാജിയും ET മുഹമ്മദ് ബഷീറും സതീശന്റെ പ്രസ്താവനയെ പരസ്യമായി അന്ന് തള്ളി പറയുകയും ചെയ്തിരുന്നു. വീഡിയോ സഹിതം ഞാൻ കാണിച്ചു തരാം. ഇടതുപക്ഷ സർക്കാർ നിയമിച്ച ഇപ്പോഴത്തെ വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസയും ഭൂമി തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായി ഭൂമി കേന്ദ്ര സർക്കാരിന്റെ വഖഫ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വഖഫിന്റെ ഭൂമി വഖഫിന് തിരിച്ചെടുക്കണം എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം കൊണ്ട് പാവപ്പെട്ട മനുഷ്യന്മാരുടെ കണ്ണുനീര് കാണാതെ വഖഫ് ബോർഡ് അങ്ങനെ ഒരു കളി കളിച്ചു. ഓക്കെ, ഇതിൽ വഖഫ് ബോർഡിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ടാവും, എതിർക്കുന്ന ആളുകളുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്മാരുടെ കൂടെ നിൽക്കാതിരിക്കാൻ കഴിയില്ല, സാധാരണക്കാരുടെ കൂടെ നമ്മൾ നിൽക്കുന്നുള്ളത്. മുനമ്പം ആരും കുടിയിറക്കപ്പെടാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ സർക്കാർ നിലപാടെടുത്തത്. അവരുടെ കൈവശം ഇരിക്കുന്ന ഭൂമി ആയതിനാൽ തന്നെ അവർക്ക് കടമടക്കാനുള്ള അനുമതിയും അന്ന് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ അത് താൽക്കാലികമായിട്ട് വീണ്ടും സ്റ്റേ ചെയ്യപ്പെട്ടു, വീണ്ടും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി അവർക്ക് കുടിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ മതിയായ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഈ വിഷയത്തിൽ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിനെതിരെ നിലപാടെടുത്തത്. കാരണം വഖഫ് ചെയ്യപ്പെട്ട ഒരു ഭൂമിയാണ് ഫാറൂഖ് കോളേജിന് വിൽപ്പന നടത്തിയത്. അതിന്റെ ലാഭം നേടിയതും അവർ തന്നെ. ആ നിലയ്ക്ക് ഈ കള്ളക്കച്ചവടത്തിന്റെ ബാധ്യതയും അവർക്കാണ്. വഖഫ് ബോർഡിന്റെ ലക്ഷ്യം ഭൂമി വിറ്റ് പൈസ ഉണ്ടാക്കിയവരിൽ നിന്നും അത് തിരിച്ചു പിടിക്കണം എന്നതാണ്. സതീശൻ ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ സർക്കാർ ഞങ്ങൾക്ക് 8ന്റെ പണി തന്നിട്ടാണ് പോയത് എന്നാണ്. മുസ്ലിങ്ങളുടെ സ്വത്തായ വഖഫ് സ്വത്ത് കൊള്ളയടിച്ച കൊള്ളക്കാർക്കെതിരെ നിലപാടെടുക്കാൻ സതീശൻ മറക്കുന്നു അല്ലെങ്കിൽ പേടിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ വഖഫ് ഭൂമിയല്ല എന്ന് സതീശനും ഫാറൂഖ് കോളേജും പറയുന്നു. അതിനിടയിൽ വഖഫ് ഭൂമിയാണെന്ന് മുസ്ലിം ലീഗും പറയുന്നു. അപ്പൊ ആരാണ് ആ ഭൂമി വിറ്റത്, ആരാണ് ആ കള്ളന്മാര്, അവരെ പിടിക്കുക, ആ ഭൂമി അവർക്ക് തിരിച്ചു നൽകാൻ വേണ്ടി VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഈ ഒരു സർക്കാർ പണിയെടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ വിഷയത്തിൽ നമുക്ക് പിണറായി വിജയൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ആരാണ് കള്ളന്മാര്, ആരാണ് ഇത് കട്ടത്, ആരാണ് ഈ പണി കളിച്ചത്, ആരാണ് ഈ ചതി ചതിച്ചത്? അവരെ പിടിക്കുക, ആ ഫണ്ട് തിരിച്ചു പിടിക്കുക, ആ പാവപ്പെട്ട ആളുകൾക്ക് ആ ഭൂമി തിരിച്ച് സർക്കാരിന് വാങ്ങാൻ കഴിയും. സർക്കാരിന് ആ ഒരു ഭൂമി വഖഫിൽ നിന്ന് വാങ്ങിയിട്ട് പാവപ്പെട്ട ആളുകൾ കൊടുക്കാൻ കഴിയും. പക്ഷെ അതൊന്നല്ല ചെയ്യുന്നത്. ഇപ്പൊ ഉമീദ് പോർട്ടലിൽ ആക്കിയത് കൊണ്ട് വഖഫിന്റെ ഭൂമിയായി മാറി, പൂർണ്ണമായിട്ടായി. നിയമപരമായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ സൗമ്യമായ രീതിയിൽ സംസാരിച്ച് പരിഹാരം കാണാൻ 10 മിനിറ്റ് മതി എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇവിടെ പഴയ സർക്കാരിനെ കുറ്റം പറഞ്ഞിരിക്കല്ലേ വേണ്ടത്. പാവപ്പെട്ട ആളുകൾ ഇന്നും തെരുവിലാണ്, അത് മനസ്സിലാക്കണം. നമ്മളൊക്കെ അടിപൊളിയായിട്ട് കിടന്നുറങ്ങുമ്പോൾ അവർ തെരുവിൽ കിടന്നിട്ടാണ് ഉറങ്ങുന്നത്. അവർക്ക് ഏത് നിമിഷം വേണമെങ്കിലും ബുൾഡോസർ രാജ പോലെ എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഭയത്തിലോ നിൽക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. മുനമ്പത്തെ സർക്കാർ നിയമിച്ച CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ സമർപ്പിച്ച ശുപാർശകൾ സർക്കാരിന് പരിഗണിക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, ആ ഒരു കമ്മീഷൻ പറഞ്ഞ വാക്കുകൾ ഉണ്ടല്ലോ, അത് വഖഫ് ഭൂമിയല്ല എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ഈ സർക്കാരിന് പരിഗണിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അടുത്തത്, ഈ കമ്മീഷൻ മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശം, തർക്കഭൂമിയിൽ വർഷങ്ങളായി താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ സാധിക്കില്ല. അതിനാൽ സർക്കാർ ഈ ഭൂമി വിലക്ക് വാങ്ങി അതിന്റെ തുക വഖഫ് ബോർഡിനോ അല്ലെങ്കിൽ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിനോ നഷ്ടപരിഹാരമായി നൽകുക. അതിനുശേഷം നിലവിലെ താമസക്കാർക്ക് ഭൂമിയുടെ പൂർണ്ണ റവന്യൂ അവകാശം, നികുതി അടക്കാനുള്ള അനുമതി എല്ലാം ഉറപ്പാക്കുക. പക്ഷെ അതിലൊരു കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് വിറ്റ് കാശാക്കി അല്ലെ, ഇത്രയും ഭൂമി അവർ കയ്യിലാക്കി. അവർക്കെതിരെയാണ് നടപടികൾ എടുക്കേണ്ടത്. അത് ആരൊക്കെയാണ് കട്ടതിച്ച് അവരെ കയ്യിൽ നിന്നാണ് പണം വാങ്ങേണ്ടത്. ഈ ഭൂമി കൃത്യമായിട്ട് ആ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കണം. പക്ഷെ പറഞ്ഞല്ലോ, ഇവിടെ 2 രീതിയിൽ പ്രശ്നം നടക്കുന്നുണ്ട്. വഖഫ് ഭൂമിയാണ്, വഖഫ് ഭൂമിയല്ല എന്നുള്ളത്. മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അടുത്തത്, ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, അതായത് ഭൂമി ഏറ്റെടുക്കൽ. ഇത് ചെയ്താലും ഭൂമി കൊടുക്കാൻ കഴിയും സാധാരണക്കാർക്ക്. ഇതൊക്കെ സർക്കാരിന് അറിയുന്നുണ്ടാവും, പക്ഷെ അതൊന്നും പറയുന്നില്ല. അടുത്തത്, വഖഫ് ബോർഡിനെ പുനഃസംഘടിപ്പിക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്യാം. ഇപ്പോഴത്തെ സർക്കാരിന് വരെ പിരിച്ചുവിടാനുള്ള അവകാശം, അധികാരമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. മുനമ്പം ഭൂസംരക്ഷണ സമിതിയും സമരക്കാരും സർക്കാരിനോട് പ്രധാനമായി ആവശ്യപ്പെടുന്നത് നിലവിലെ വഖഫ് ബോർഡിനെ പിരിച്ചുവിടാനാണ്. റവന്യൂ രേഖകളോ കൃത്യമായ മുൻകാല തെളിവുകളോ പൂർണ്ണമായി പരിശോധിക്കാതെയാണ് ബോർഡ് ഈ ഭൂമി തങ്ങളുടേതാണെന്ന് പോർട്ടലിൽ ചേർത്തതെന്നാണ് അവരുടെ ആരോപണം. പിരിച്ചുവിടാൻ ശ്രമിക്കുക. വഖഫ് നിയമങ്ങൾ പാലിച്ച് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ബോർഡിന്റെ തീരുമാനങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് ഭരണപരമായ അധികാരങ്ങളുണ്ട്. ഇനി അടുത്തത്, സുപ്രീം കോടതിയിൽ ശക്തമായ നിയമ പോരാട്ടം നടത്തുക. അത് നടത്തുമെന്ന് VD സതീശൻ പറഞ്ഞു, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പൊ ആ ഒരു വിഷയം അതവിടെ നിൽക്കട്ടെ. അത് ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം.
ഇനി റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ പോക്കുവരവ് ചെയ്യാനുള്ള അനുമതി അത് സർക്കാരിന് കൊടുക്കാൻ കഴിയും. കോടതിയിലെ സ്റ്റേയും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും കാരണം മുനമ്പത്തുകാർക്ക് ഇപ്പോൾ ഭൂമി നികുതി അടയ്ക്കാനോ കൈമാറ്റം ചെയ്യാനോ ബാങ്ക് ലോൺ എടുക്കാനോ സാധിക്കുന്നില്ല. ഇതിൽ നിയമപരമായ തടസ്സങ്ങൾ നീക്കാൻ ഹൈക്കോടതിയെ സമീപിച്ച് പ്രത്യേക അനുമതിയോടെ താൽക്കാലികമായെങ്കിലും റവന്യൂ നികുതി സ്വീകരിക്കാൻ സർക്കാരിന് പ്രത്യേക ഉത്തരവുകൾ ഇറക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വിശദമായിട്ട് വി ഡി സതീശൻ കുറച്ച് കാര്യങ്ങൾ കൂടിയും പറയുന്നുണ്ട്, കേൾക്കാം. വരാൻ പോകുന്ന ഗവൺമെന്റിന് ഒരു 8ന്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടില്ല വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇപ്പൊ എന്താണ് തീരുമാനം? വരാൻ പോകുന്ന ഗവൺമെന്റിന് അതിന്റെ തീരുമാനം എടുക്കാൻ അനുമതി കൊടുക്കണ്ടേ? പക്ഷെ ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും, നിയമപരമായി തീരുമാനം എടുക്കും. അപ്പൊ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തത്. 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യം ആ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി രാഷ്ട്രീയമായി ചെയ്താണ്. ജനങ്ങളോട് അവർ പറയണം, മറുപടി പറയണം, എന്തിനാണ് അത് പോർട്ടലിൽ പെടുത്തിയതെന്ന്. പക്ഷെ ഞങ്ങൾ അതിനെ നിയമപരമായി അപ്പം തന്നെ അത് പരിശോധിച്ചിട്ടുണ്ട്. അതിനെ നിയമപരമായി നേരിടാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു കാര്യം, അവിടെ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല. അവർക്ക് അവിടെ സംരക്ഷണം കൊടുക്കും. അവർക്ക് അവിടെ അവരുടെ സ്ഥലത്ത് നികുതി നൽകാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കും. അതിന്റെ നിയമപരമായ എല്ലാ തടസ്സങ്ങളും നമ്മൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ വഖഫ് ബോർഡ് ഉണ്ടാക്കിയ നിയമപരമായ പ്രശ്നങ്ങളാണ്. മനസ്സിലായ? വഖഫ് ട്രൈബ്യൂണലിനെ കൊണ്ട് പോലും വഖഫ് ട്രൈബ്യൂണലിലെ തീരുമാനം പോലും വഖഫ് ബോർഡ് പോയി സ്റ്റേ ചെയ്യിപ്പിച്ചു. അറിയാലോ എന്തായിരുന്നു ആ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ? ഇവരെ മതപരമായി ഭിന്നിപ്പുണ്ടാക്കാനുള്ള സംഘപരിവാറിന്റെ അതേ അജണ്ട അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് CPM നേതൃത്വം വഹിക്കുന്ന ഗവൺമെന്റ് ചെയ്തത്. ക്ലിയർ ആയില്ലപ്പോ? ഈ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞ വി ഡി സതീശോ, നിങ്ങൾ എന്താണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ മതപരമായിട്ട് ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുള്ളത്. വഖഫ് ഭൂമി അള്ളാഹുവിന്റെ നാമത്തിൽ എഴുതി കൊടുക്കുന്ന ഭൂമിയാണല്ലോ. അവരങ്ങനെ ഒരു ഭൂമി എഴുതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അത് വഖഫ് അല്ല എന്ന് എങ്ങനെ ഒറ്റയടിക്ക് പറയാൻ കഴിയും? താങ്കളുടെ വാക്ക് അന്ന് മുസ്ലിം ലീഗ് തന്നെ തള്ളിയതാണ്. ഒന്ന് കേട്ടോക്കെ. മുനമ്പം വിഷയം വലിയ ഒരു പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല. അതിൽ വലിയ വലിയ കോൺട്രവേഴ്സികൾക്ക് സാധ്യതയുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ലെന്നാണ്. അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത്? ഫാറൂഖ് ബോയ്, എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? അവിടെ ഭൂമി വിലക്ക് വാങ്ങി പാർക്കുന്ന ആ പാവ മനുഷ്യരല്ല. അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ്. പക്ഷെ അവർക്ക് ഭൂമി കൊടുത്തത് ആരാണ്? ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ്. വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് വിറ്റുകൊടുത്തത്? ആരാണ് അതിന് രേഖയുണ്ടാക്കിയത്? അവനെ പിടിക്കേണ്ടത് മുസ്ലിം ലീഗാണോ? അവനെ പിടിക്കേണ്ടത് CPM ആണോ കോൺഗ്രസ് ആണോ? അല്ലല്ലോ. അതിനല്ലേ ഇവിടെ ഭരണകൂടമുള്ളത്. ഫാറൂഖ് കോളേജിന് എന്ത് അധികാരമാണ് അത് വഖഫ് അല്ലെന്ന് പ്രഖ്യാപിക്കാൻ? അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടേ ഗവൺമെന്റ് അല്ലേ? ഞാനതാ പറഞ്ഞത്, കള്ളത്തരം ചെയ്ത പാവപ്പെട്ട മനുഷ്യന്മാരെ പറ്റിച്ച പണം പോക്കലിട്ട് നക്കിയത് ഇത് ഏതവനാണെങ്കിലും അവനെയാണ് പൊക്കേണ്ടത്, അവനെയാണ് പുറത്തിടേണ്ടത്. എന്നിട്ട് ആ ഭൂമി തിരിച്ചെടുത്ത് പാവപ്പെട്ട മനുഷ്യന്മാർക്ക് കൊടുക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ ഒരുമിച്ച് മറ്റൊരു ഭൂമി അതിൽ വീട് വെച്ച് കൊടുക്കാൻ താങ്കൾക്ക് കഴിയുമോ എന്നാണ് വി ഡി സതീശനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ വഖഫ് ചെയർമാൻ കെ സംസ നമുക്കൊപ്പം ചേരുന്നു. ഏതാണ്ട് എല്ലാ വഖഫ് സ്വത്തുക്കളും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് കേരളത്തിലെ മുഴുവൻ വഖഫ് ഭൂമികളും ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്വത്തുക്കളും രജിസ്റ്റർ ചെയ്തെന്ന് പറയുമ്പോൾ മുനമ്പത്ത് ഫറൂഖ് കോളേജിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന വഖഫ് സ്വത്തും സ്വാഭാവികമായിട്ടും രജിസ്ട്രേഷൻ കഴിഞ്ഞു. മുനമ്പം വഖഫാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് അവിതർക്കിതമായ ഒരു വസ്തുതയാണ്. അത് വഖഫാണ് മുനമ്പം. അപ്പോൾ കേരളത്തിലെ മുഴുവൻ വഖഫ് ഭൂമികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തൊക്കെ പറഞ്ഞിരുന്നത് അത് വഖഫ് വസ്തു അല്ല എന്നുള്ള രീതിയിലെ നിലപാടാണ് എടുത്തിരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനം കൂടി എടുക്കേണ്ട വിഷയമായിരുന്നു ഇതെന്നാണ് അല്ലേ? അദ്ദേഹത്തിന് ഇപ്പോൾ അങ്ങനെ അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം ആദ്യം കാലത്ത് അങ്ങനെ ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. പിന്നെ അതിനുശേഷം കൂടുതൽ ഈ ഫയലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് അറിയാൻ കഴിയില്ല. വഖഫാണെന്ന കാര്യത്തിൽ സുപ്രീം കോടതി കൂടി പറഞ്ഞ സ്ഥിതിക്ക് വേറൊരു അഭിപ്രായം ഒരു ഇന്ത്യൻ പൗരൻ ഉണ്ടാവണം എന്നില്ലല്ലോ. ഈ വഖഫ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 400-ൽ അധികം കുടുംബങ്ങളുടെ നിലനിൽപ്പിന്റെയും കൂടി വിഷയമാണ്. അതിലും കൂടി വഖഫ് ബോർഡിന് ഉത്തരവാദിത്തമല്ലേ? വഖഫാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്റെ കൈവശത്തിലേക്ക് വഖഫ് പോയത് എന്നതിലേക്കാണ് എത്തുന്നത്. ആരാണ് കൊടുത്തത്? വഖഫ് ഭൂമിയല്ല ഇത് എന്ന് പറയാൻ താങ്കൾക്ക് യാതൊരു റൈറ്റും ഇല്ല VDS ചേട്ടായി. ഓക്കെ, അള്ളാഹുവിന്റെ നാമത്തിൽ എഴുതി കൊടുക്കുന്ന ഭൂമിയാണ്. അപ്പോൾ അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ വി ഡി സതീശൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിന്റെ നിലപാടാണ് നിങ്ങൾ കേട്ടത്. സാധാരണക്കാരായ ഒരുപാട് മനുഷ്യന്മാരുണ്ടോ, ആ മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കുക. അത്രേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. കഴിഞ്ഞ സർക്കാർ അത് ചെയ്തു, അതിന്റെ മുന്നേ സർക്കാർ അത് ചെയ്തു എന്നൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ജനങ്ങൾ, നമ്മൾ സാധാരണക്കാരാ. ഞങ്ങളെ കുടിയിറക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മുന്നിൽ നിന്നുകൊണ്ട് അത് തടയാനാണ് ഞങ്ങൾക്ക് ഒരാളെ വേണ്ടത്. ഞങ്ങളുടെ വേലക്കാരനാണ് താങ്കൾ, അത് ആദ്യം മനസ്സിലാക്കുക. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാല് ജനങ്ങളുടെ വേലക്കാരനാ. ആ ഒരു ബോധത്തോടു കൂടിയിട്ടാണ് ഏതൊരു മനുഷ്യരും സംസാരിക്കേണ്ടത്. പിണറായി വിജയൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്നത്തെ വഖഫ് ബോർഡ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേ ചെയ്യാനുള്ള പരിപാടി ചെയ്യുകയും അത് കൂടാതെ തന്നെ ആ ഭൂമി മനുഷ്യന്മാരെ വിറ്റ് കാശാക്കിയ എല്ലാത്തിനും ജയിലിൽ അടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. പിന്നെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ അന്ന് മുനമ്പത്ത് വന്ന് സംസാരിച്ച വിഷയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു മനുഷ്യനും പടിയിറങ്ങേണ്ടി വരില്ല എന്ന് പറഞ്ഞ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവിടെയുള്ള പാവപ്പെട്ട ആളുകൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്.
അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. വഖഫ് ഭൂമി, വഖഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വത്താണ്. ആ ഭൂമി ഇനി വഖഫ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉടനെ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. പാവങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ടെങ്കിലും രാഷ്ട്രീയ കടിപിടികൾ മാറ്റിവെച്ചുകൊണ്ട് പാവങ്ങൾക്ക് ഭൂമി തിരിച്ചു കൊടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം കണ്ടെത്തി അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ നോക്ക്. വീണ്ടും പരമാവധി വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ്.